ആയിരിക്കും. വേഗം വാ, നമുക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കാം. നല്ല മരങ്ങൾ. ഇറങ്ങുമുത്തു. രാജു, അത് വിക്രമനാണ്. എനിക്ക് പേടിയാവുന്നു. ഈ വിക്രമൻ മരം വെട്ടും തുടങ്ങി. പേടിക്കണ്ട രാധേ, അവർ നമ്മളെ കാണില്ല. മുത്തു, എന്തുകൊണ്ടും നല്ലതാണ്. ഈ മരം വെട്ടിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതെ അതെ. ആ വികൃതി പിള്ളേര് വിക്രമം കാണാതെ ഒളിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. അയ്യോ അയ്യോ അയ്യോ, തേനീച്ച, അയ്യോ തേനീച്ച, അയ്യോ. നിങ്ങളെ ഒന്ന് കിട്ടാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി അല്ലേ വിക്രമ? വിക്രമ, ഇവരെ പിടിച്ചോ, ഇല്ലെങ്കിൽ കടന്നു കളയും. രണ്ടിനെയും കൊണ്ടുപോയി ജീപ്പിൽ കെട്ടിയിട. മുത്തു, ഇവരെ ആ കൊക്കയിൽ കൊണ്ടുപോയി എറിഞ്ഞരാ. വേഗം. ഞാൻ ഏറ്റു. ഈ വികൃതി പിള്ളേരെ കൊണ്ട് ഇനി ശല്യം ഉണ്ടാകും. രാജു, നമുക്ക് മായാവിയെ വിളിക്കാം. ഇനി മായാവിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. രാജുവും രാധയും ജീപ്പിലാണല്ലോ. ചതിച്ചോ? അത് മുത്തുവാണല്ലോ. മായാവി എത്തി. ഓം ഹ്രീം പുറകോട്ട് വരട്ടെ. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! വിക്രമ, വിക്രമ, ഓടി വായോ! ഒന്ന് വേഗം ആവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോ വീഴും. ഇതാ കുട്ടിച്ചാത്തന്റെ വിദ്യയാണ്. ആ പിള്ളേരെ ഞാൻ ഇപ്പൊ ശരിയാക്കും. ഇതൊന്ത് വള്ളിയത്? അയ്യോ, കാലു ചുറ്റി. ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഞങ്ങളെ രക്ഷിക്കണേ! ശ്വാസം മുട്ടുന്നേ. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, അയ്യോ, അയ്യോ! ഇതാണോ തേടിയ വഴി കാലിൽ ചുറ്റിയെന്ന് മുത്തു നേരത്തെ പറഞ്ഞത്? അതെ അതെ, ജീപ്പും മനുഷ്യരും കായ്ച്ചു നിൽക്കുന്ന മരം കണ്ടോ? നല്ല ഭംഗി. ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഞങ്ങളെ രക്ഷിക്കണേ! ശ്വാസം മുട്ടുന്നേ. മായാവി, ലുട്ടാപ്പിയാണ് ഞങ്ങളെ തേനീച്ചകളെ കൊണ്ട് കുത്തിച്ച് താഴെ തള്ളിയിട്ടത്. ലുട്ടാപ്പിയും ഒരു പാഠം പഠിപ്പിക്കണം. അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയില്ലേ. ദേ മുകളിലോട്ട് നോക്ക്.